നമസ്കാരം, ഫോക്സ് ലൈൻ ഇൻഫോയിലേക്ക് സ്വാഗതം. രാജ്യത്തെ ഒരു പൗരന്റെ പ്രധാന സാമ്പത്തിക രേഖകളിലൊന്നായ പാൻ കാർഡിൽ പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആദായ നികുതി വകുപ്പ്. ബാങ്കിംഗ് ഇടപാടുകൾക്കെല്ലാം പാൻ കാർഡ് ആവശ്യമാണ്. ഏറ്റവും പുതുതായി QR കോഡ് പതിപ്പിച്ച് പാൻ 2.0 പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. പാനിലെ QR കോഡ് സ്കാൻ ചെയ്താൽ പാൻ ഉടമയുടെ പേര്, ഫോട്ടോ, ഒപ്പ്, രക്ഷിതാവിന്റെ പേര്, ജനനത്തീയതി തുടങ്ങി പാൻ കാർഡിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളെല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്താൻ കഴിയുമെന്നതാണ് പാൻ 2.0 പദ്ധതി കൊണ്ടുള്ള ഉപകാരമായി ധനമന്ത്രാലയം പറയുന്നത്. എല്ലാ വാണിജ്യ സംബന്ധമായ കൈമാറ്റങ്ങൾക്കുമുള്ള ഒരു പൊതു ഐഡന്റിഫയർ ആയിട്ടാണ് പാൻ 2.0 അവതരിപ്പിക്കുന്നതെന്ന് ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ അഥവാ ടാൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 2017-18 കാലഘട്ടത്തിൽ തന്നെ QR കോഡുള്ള പാൻ കാർഡ് അവതരിപ്പിച്ചിരുന്നുവെങ്കിലും നവീകരണത്തിൽ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇനി QR കോഡ് ഉൾപ്പെടുത്തി നവീകരിച്ച പുത്തൻ പാൻ കാർഡ് നിലവിൽ വരുന്നതോടെ പഴയ കാർഡ് അസാധുവാകുമോ എന്നതാണ് ഇപ്പോൾ പലർക്കുമുള്ള സംശയം. എന്നാൽ പഴയ കാർഡുള്ളവരിൽ ആവശ്യമുള്ളവർ മാത്രം QR കോഡുള്ള പുതിയ പാൻ കാർഡിന് അപേക്ഷിച്ചാൽ മതിയെന്നാണ് ധനമന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിലവിൽ പഴയ പാൻ കാർഡുള്ളവർക്ക് ഇടപാടുകൾ തടസ്സപ്പെടില്ലെന്ന് സാരം. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.